അടുത്ത ചാപ്റ്റർ 12th ചാപ്റ്റർ ആണ് സോഴ്സസ് ഓഫ് എനർജി. ഈ ചാപ്റ്ററിൽ നമ്മൾ എനർജിയെ പറ്റിയാണ് പഠിക്കുന്നത്. എനർജിയുടെ സോഴ്സും ഡിഫറെന്റ് സോഴ്സസിനെ പറ്റിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക് ആണ്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോംസ്. എബിലിറ്റി ടു ഡു വർക്കിനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. Some of the energy sources can be replenished in a short period of time. Such sources are called renewable sources of energy. The sources of energy that cannot be regenerated in a short period of time are called non-renewable sources of energy. Energy തന്നെ in the renewable sources of energy, non-renewable sources of energy ഈ രണ്ട് ടൈപ്പിലുണ്ട്. അതായത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എനർജീനെ നമ്മൾ വിളിക്കും റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്നും. അത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കൊണ്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എനർജിയെ നമ്മൾ എന്ത് വിളിക്കും? എനർജി സോഴ്സസ് എന്ന് വിളിക്കും. നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്നും വിളിക്കും. Fossil fuels like coal, petroleum, and natural gases are the examples of non-renewable sources of energy. And sun, windmill, hydroelectric generated, etc. are the example of renewable sources of energy. For renewable sources, example പറയുകയാണെങ്കിൽ നമുക്ക് സൺ പറയാം, വിൻഡ് മിൽ പറയാം, ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ പറയാം. പക്ഷേ ഫോസിൽ ഫ്യൂവൽസ് ആയിട്ടുള്ള അതായത് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസസ് ഒക്കെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് അത് ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പം അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്നും. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഏതൊക്കെയാണ്? സൺ, വിൻഡ്, ഇലക്ട്രിക് ജനറേറ്റർ എക്സെട്ര. ഇനി എനർജി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ആറ്റം ആൻഡ് ബയോമാസ് ആസ് വെൽ. ആറ്റം മീൻസ് ന്യൂക്ലിയർ എനർജി. ആറ്റമിൽ നിന്നും ബയോമാസിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എനർജി ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ in addition to the renewability, there are other reasons why we should look to switching over to such sources, such as to reduce pollutants, greenhouse gases, and toxins that are byproducts of non-renewable sources of energy. അപ്പൊ നമുക്ക് റിന്യൂവബിലിറ്റിയുടെ വിഷയമുള്ളത് നോൺ റിന്യൂവബിലിറ്റി സോഴ്സസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടുന്ന കുറെ അധികം വേറെ കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് പൊല്യൂട്ടൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസും ടോക്സിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരാണ്? നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ ബൈ പ്രോഡക്ട്സ് ആണ് ഇവയൊക്കെ. സോ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിനെ മാറ്റി വേറെ സോഴ്സസിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെയും പൊല്യൂട്ടൻസും ഗ്രീൻ ഹൗസ് ഗ്യാസസും ടോക്സിൻസും ഒക്കെയാണ് അവയുടെ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് ഹാംഫുൾ ആണ്. Then the use of alternative energy sources can help preserve the delicate ecological balance of the earth and help conserve the non-renewable energy source like fossil fuels, and renewable sources are inexhaustible. അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെ അഥവാ ഫോസിൽ ഫ്യൂവൽസിനെ കൺസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് കൂടുതൽ നാളത്തേക്ക് നിലനിർത്തി വെക്കാൻ പറ്റും. ഇനി ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗെറ്റ് ദെയർ എനർജി ഫ്രം സണ്ണിൽ നിന്നാണ് പ്ലാന്റ്സിനും അനിമൽസിനും അവയുടെ എനർജി കിട്ടുന്നത്. ഇനി സോളാർ എനർജിയുടെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത്. സണ്ണിന്റെ എനർജി, സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയാണ് സോളാർ എനർജി. അപ്പം use of solar energy causes no environmental pollution because no chemical waste or toxic gases get released while using solar energy. നമ്മൾ ഈ സോളാർ എനർജി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതായത് പൊല്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല.
പിന്നെ അതായത് എൻവയോൺമെന്റ് നശിപ്പിക്കുന്ന യാതൊരു വേസ്റ്റ് പ്രോഡക്ട്സും ടോക്സിക് കെമിക്കൽ വേസ്റ്റോ അല്ലെങ്കിൽ ടോക്സിക് ഗ്യാസുകളോ ഒന്നും സോളാർ എനർജിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നില്ല. അപ്പം അതാണ് ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, സോളാർ എനർജി ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് സച്ച് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്. ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടും ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാം. പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി സൺ ഈസ് ആൻ എവർ ലാസ്റ്റിംഗ് സോഴ്സ് ഓഫ് എനർജി വിച്ച് ഈസ് ഫ്രീലി അവൈലബിൾ ആൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പുട്ട് ടു മെനി യൂസസ്. സൺ എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന സോഴ്സ് ഓഫ് എനർജിയാണ്. അതും ഫ്രീ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ നമുക്ക് എന്തിനോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇലക്ട്രിക്കൽ എനർജിയെ പല യൂസസിനും ഉപയോഗിക്കാനും പറ്റും. Using the sun as a source of energy has certain limitations. limitations എന്തായാലും അതിനുണ്ട്. എന്തൊക്കെയാണ്? സോളാർ പവർ പ്ലാന്റ്സ് cannot produce energy if the sun is not shining. എന്താണ്? സണ്ണ് ആണ് അതിന്റെ അൾട്ടിമേറ്റ് സോഴ്സ്. സോ സൺ നോട്ട് ഷൈനിങ് ആണെങ്കിൽ, സണ്ണിന്റെ എനർജി നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റൂല? സോളാർ പവർ പ്ലാന്റ്സ് ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡ്യൂറിങ് നൈറ്റ് ടൈം, ക്ലൗഡി ഡേയ്സ് നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊഡ്യൂസ് എനർജി ഫ്രം സൺ. ഇപ്പൊ സൺ ഷൈനിങ് ആയി നിൽക്കുന്ന സമയത്താണ് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോളാർ പവർ സ്റ്റേഷൻ ഈസ് വെരി എക്സ്പെൻസീവ്. അതുകൂടാതെ സോളാർ പവർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതെന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയ കാര്യം കൂടെയാണ്. സോളാർ പാനൽസ് നീഡ്സ് ടു ബി റെഗുലർലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ് ടു കണ്ടിന്യൂ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. സോളാർ പാനൽസ് യൂസ് ചെയ്താണ് നമ്മൾ സോളാർ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ സോളാർ പാനൽസ് റെഗുലർ ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ക്ലീൻ ആക്കി നിലനിർത്തുകയും വേണം. എന്തിനാണ്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ്. As the fuels are consumed in the fission reaction and hence are not replenishable, but it has many uses. അപ്പൊ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അവിടെ ഫ്യൂൾസ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ അവിടെ ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? അത് നോട്ട് റീപ്ലനിഷബിൾ ആണ്. പക്ഷെ അതിന് മെനി യൂസസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ക്യാൻ ബി ഹാർനസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എനർജി ഉപയോഗിച്ച്. ന്യൂക്ലിയർ എനർജി is also being used to power submarines and ship vessels driven by nuclear energy can sail for long period without having to refuel. അപ്പം ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഓടുന്ന വെസൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് എത്ര ലൈക്ക് ലോങ് പീരീഡ്സ് നമുക്ക് ഫ്യൂവല് പിന്നീട് ഉപയോഗിക്കാതെ തന്നെ ന്യൂക്ലിയർ എനർജിയിൽ ലോങ് ടേം അല്ലെങ്കിൽ ലോങ് പീരീഡ് നമുക്ക് വെസൽസിനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും, റിവൺ ചെയ്യാൻ പറ്റും. Then radioisotopes obtained as byproducts in nuclear reactions are used in medicine, agriculture and research. അപ്പം നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസ് മൂലം കിട്ടുന്ന പിന്നെ റേഡിയോ ഐസോട്ടോപ്സ് ഉപയോഗിച്ച് നമുക്ക് മെഡിസിൻ, അഗ്രികൾച്ചർ, റിസർച്ചിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് ഹോംസ് and for generating electricity without producing any harmful emissions. It has following advantages. അപ്പൊ geothermal energy എന്തിനാണ്? അവിടെ ഹാംഫുൾ എമിഷൻസ് ഒന്നുമില്ല. അവയ്ക്ക് ഉള്ള certain advantages ഏതൊക്കെയാണ്? Unlike most power stations, geothermal power plant does not create any pollution. അവർ പൊല്യൂഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. കറക്റ്റ്ലി ഹാർനസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു നോ ഹാർംഫുൾ ബൈ പ്രോഡക്ട്സ്.
ഹാർംഫുൾ ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് ഒന്നും ഇത് കറക്റ്റ് ആയിട്ട് ഹാർനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ ജിയോതെർമൽ പവർ പ്ലാന്റ്സ് ഹാവ് വെരി ലോ റണ്ണിംഗ് കോസ്റ്റ് ബിക്കോസ് ദേ റിക്വയർ എനർജി ടു റൺ എ വാട്ടർ പമ്പ് വേർ ഇറ്റ്സ് ഓൾമോസ്റ്റ് നോ കോസ്റ്റ് ഫോർ പർച്ചേസിംഗ്, ട്രാൻസ്പോർട്ടിംഗ് ഓർ ക്ലീനിങ് അപ്പ് ഓഫ് ഫ്യൂവൽസ്. ഇപ്പൊ ജിയോതെർമൽ പവർ പ്ലാന്റ്സിന് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. ബിക്കോസ് അവയ്ക്ക് എന്ത് വേണ്ട, വാട്ടർ പമ്പ് റൺ ചെയ്യാനായിട്ട് എനർജി വേണ്ട, അതുപോലെ പർച്ചേസ് ചെയ്യേണ്ട, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട, ക്ലീനിങ് ഫ്യൂവൽസ് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ട, ഇതൊന്നും ആവശ്യമില്ല. ജിയോതെർമൽ പവർ പ്ലാന്റ്സ് ആർ ആൻ എക്സലന്റ് സോഴ്സ് ഓഫ് ക്ലീൻ ആൻഡ് ഇൻഎക്സ്പെൻസീവ് റിന്യൂവബിൾ എനർജി. അതുപോലെ ജിയോതെർമൽ എനർജി ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി 24 hours a day. നൈറ്റ് ടൈമിലും നമുക്ക് ഉപയോഗിക്കാം. Then geothermal power plants are generally small and have little effect on the natural landscape or their environment. അപ്പൊ ജിയോതെർമൽ പവർ പ്ലാന്റ്സ് സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നാച്ചുറൽ ലാൻഡ്സ്കേപ്പിനെയോ അല്ലെങ്കിൽ നിയർ റെസ്റ്റ് എൻവയോൺമെന്റിനെയോ ഒന്നും അത് ബാധിക്കുന്നു ഇല്ല.